നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. ഇന്ന് 8 ജില്ലകളിൽ റെഡ് അലർട്ട്. ഇനി 5 ദിവസം കനത്ത മഴയ്ക്ക് സാധ്യത. ശക്തമായ കാറ്റും വീശിയേക്കും. നദികളിൽ പ്രളയ മുന്നറിയിപ്പ്. നെയ്യാർ ഡാമിന്റെ ഷട്ടർ തുറന്നു. പെരുമഴയിൽ വിറങ്ങലിച്ചിടുക്കി. 4 ദിവസത്തിനുള്ളിൽ പെയ്തത് സാധാരണ ലഭിക്കേണ്ടതിലും 620% കൂടുതൽ മഴ. വട്ടവടയിൽ മണ്ണിടിച്ചിൽ, 1 മരണം. ജില്ലയിൽ ഇതുവരെ തകർന്നത് 48 വീടുകൾ. എറണാകുളത്തിന്റെ തീരമേഖലയിൽ ദുരിതപ്പെയ്ത്ത്. ടെട്രോപാഡ് കടൽ ഭിത്തി ഇല്ലാത്ത കണ്ണമാലിയിൽ കടലാക്രമണം ശക്തം. നിരവധി വീടുകളിൽ വെള്ളം കയറി. സർക്കാർ പതിച്ചു നൽകിയ പട്ടയ ഭൂമിയിൽ പ്രവേശിക്കാനാകാതെ 8 കുടുംബങ്ങൾ. ദുരവസ്ഥ തിരുവനന്തപുരം മലമുകളിൽ. റവന്യൂ ഉദ്യോഗസ്ഥർ ഒത്തുകളിക്കുന്നതായി ആരോപണം. നീക്കം സ്വകാര്യ ഖനന കമ്പനിയെ സഹായിക്കാനെന്നും ആക്ഷേപം. പാലക്കാട് 2 അപകടങ്ങളിലായി 2 മരണം. മണ്ണാർക്കാട് ബസ് ശരീരത്തിലൂടെ കയറിയിറങ്ങി യുവതി മരിച്ചു. കോങ്ങാട് കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ചത് ബൈക്ക് യാത്രികൻ. പെരുമഴക്കാലം. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. ഇന്ന് 8 ജില്ലകൾക്ക് റെഡ് അലർട്ട്. മറ്റ് എല്ലാ ജില്ലകൾക്കും ഓറഞ്ച് അലർട്ട്. വടക്കൻ കേരളത്തിന് പുറമെ മധ്യ കേരളത്തിലും അതിതീവ്ര മഴയെന്ന മുന്നറിയിപ്പ്. ഐഷത്തുൽ ഷംന നൽകും വിവരങ്ങൾ. ഷംന, ഏറ്റവും പുതിയ അലർട്ടുകൾ എന്താണ്? എന്തായാലും മഴ തുടരുമല്ലേ? തീർച്ചയായും ഭവ്യ, രാവിലെ 4 ജില്ലകൾക്കാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നതെങ്കിൽ അത് ഉച്ചയായപ്പോഴേക്കും 8 ജില്ലകൾക്ക്, അതായത് സംസ്ഥാനത്ത് മഴ അത് ശക്തിയോട് തന്നെ മഴ എത്തുന്നു എന്നതാണ്. അതിതീവ്ര മഴ മുന്നറിയിപ്പുകളാണ് പ്രവചിക്കപ്പെടുന്നത്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒപ്പം മറ്റെല്ലാ ജില്ലകൾക്കും ഓറഞ്ച് അലർട്ടാണ്. അതായത് സംസ്ഥാനത്ത് വ്യാപകമായി അതിശക്തമായ മഴ തന്നെയാണ് ഉണ്ടാവുക. ഒപ്പം നാളെയും റെഡ് ഓറഞ്ച് അലർട്ടുകളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നാളെ 3 ജില്ലകൾക്കാണ് റെഡ് അലർട്ട്. കണ്ണൂർ, കാസർഗോഡ്, ഒപ്പം ഇടുക്കി ജില്ലയ്ക്കാണ് നാളെ റെഡ് അലർട്ട് ഉള്ളത്. എന്തായാലും മെയ് 30 വരെ സംസ്ഥാനത്ത് വ്യാപകമായ മഴ ഉണ്ടാകുമെന്നതാണ് അറിയിപ്പുള്ളത്. ഒപ്പം തന്നെ ജൂൺ 1 ആവുമ്പോഴേക്കും മഴയുടെ ശക്തി കുറയും. പക്ഷേ പിന്നീടുള്ള ദിവസങ്ങളിൽ, വരും ദിവസങ്ങളിൽ അത് വീണ്ടും മഴ തീവ്രമായി തന്നെ തുടരുമെന്നതാണ് മുന്നറിയിപ്പ്. ഒപ്പം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി കരതൊടാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിതീവ്ര ന്യൂനമായി മാറിയിട്ടുണ്ട്. ഇനി അല്പസമയത്തിനകം തന്നെ അത് കരതൊടും. അതോടുകൂടി സംസ്ഥാനത്ത് അതിതീവ്ര മഴ വീണ്ടും, അതായത് മഴ വീണ്ടും കനക്കുമെന്നതാണ് മുന്നറിയിപ്പ്. ഒപ്പം ഇത്തവണത്തെ മൺസൂൺ നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞിരുന്നു. ഇത്തവണത്തെ മൺസൂണിന് നിരവധി പ്രത്യേകതകളുണ്ട്. കാരണം വടക്കൻ ജില്ലയിലാണ് ഇത്തവണ മൺസൂൺ എത്തിയത്. അത് പിന്നീട് മറ്റ് ജില്ലകൾ കൂടി വ്യാപിക്കുകയാണ്. അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ വടക്കൻ കേരളത്തിൽ മാത്രമാണ് റെഡ് അലേർട്ട് എങ്കിൽ അത് ഇന്നും നാളെയും ഒക്കെയായി മധ്യ കേരളത്തിലേക്കും ഒപ്പം മറ്റ് ജില്ലകളിലേക്ക് കൂടി വ്യാപിക്കുന്നു എന്നതാണ് സാഹചര്യം. ഒപ്പം തന്നെ ഇത്തവണത്തെ മൺസൂൺ വളരെ നേരത്തെയാണ്. കഴിഞ്ഞ 16 വർഷത്തെ കണക്കെടുക്കുമ്പോൾ വളരെ നേരത്തെയാണ് ഇത്തവണത്തെ മൺസൂൺ എത്തുന്നത്. അതും ഒപ്പം ഈ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദവും ഒക്കെ മഴയുടെ ശക്തി കൂട്ടുമെന്നതാണ് അറിയിപ്പ്. എന്തായാലും കഴിഞ്ഞ 24 മണിക്കൂറിലെ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് പീരുമേടാണ്. 127 മില്ലിമീറ്റർ മഴയാണ് ഇവിടെ ലഭിച്ചത്. ഒപ്പം വടക്കൻ കേരളത്തിൽ ഒട്ടാകെ വളരെ ശക്തമായ മഴയാണ് ലഭിച്ചത്. വടക്കൻ കേരളത്തിൽ വയനാട്ടിൽ വൈത്തിരിയിൽ 116 mm മഴ ലഭിച്ചു. ഒപ്പം വടകരയിൽ 113 mm മഴ ലഭിച്ചു. അങ്ങനെ വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ചും മഴ ശക്തമാവുകയാണ്. വരും ദിവസങ്ങളിലും മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ഉൾപ്പെടെ അതിതീവ്ര മഴ എന്നാണ് മുന്നറിയിപ്പ്. ഭവ്യ, ശരി. ഐഷത്തുൽ ഷംനയാണ് വിശദ വിവരങ്ങൾ നൽകിയത്. ഇടുക്കി ജില്ലയിൽ കഴിഞ്ഞ 4 ദിവസത്തിനിടെ ലഭിച്ചത് 266.3 മില്ലിമീറ്റർ മഴ. തുടർച്ചയായ ദിവസങ്ങളിൽ ശക്തമായ മഴ പെയ്തതോടെ ജില്ലയിലെ അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്കും ജലനിരപ്പും ക്രമാതീതമായി ഉയർന്നു. ഇരട്ടയാർ ഡാമിൽ പരമാവധി സംഭരണ ശേഷിക്കടുത്ത് ജലനിരപ്പ് ഉയർന്നതോടെ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചു. അതേസമയം പത്തനംതിട്ട, കോട്ടയം, വയനാട്, കോഴിക്കോട് ജില്ലകളിലെ വിവിധ നദികളിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പ്രളയ സാധ്യത മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. തുടർച്ചയായ ദിവസങ്ങളിൽ ശക്തമായ മഴ പെയ്തതോടെ ഇടുക്കി ജില്ലയിലെ അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്കും ജലനിരപ്പും ക്രമാതീതമായി ഉയർന്നു. ഇരട്ടയാർ ഡാമിൽ പരമാവധി സംഭരണ ശേഷിക്കടുത്ത് ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. 53 ലക്ഷം കനയടി വെള്ളമാണ് ഇവിടുത്തെ പരമാവധി സംഭരണ ശേഷി. ഇതിൽ 90% ജലനിരപ്പ് ഉയർന്നു കഴിഞ്ഞു.
ഈ സാഹചര്യത്തിൽ ഇരട്ടയാർ ഡാമിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചതോടെ കൂടുതൽ അളവിൽ വെള്ളം പുറത്തേക്ക് ഒഴുകി തുടങ്ങി. കല്ലാർകുട്ടി അണക്കെട്ടിലും സ്ഥിതി സമാനമാണ്. വൃഷ്ടിപ്രദേശത്ത് നീരൊഴുക്ക് ശക്തമായി തുടരുന്നു. മൂന്നാർ ഹെഡ് വർക്ക്സ് അണക്കെട്ടിന്റെ ഒരു ഷട്ടർ തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. തോടുകളിലും പുഴകളിലും ഒഴുക്ക് വർദ്ധിച്ചു. വെള്ളച്ചാട്ടങ്ങൾ ജലസമൃദ്ധമായി. ഇടുക്കി മുല്ലപ്പെരിയാർ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ആശങ്കപ്പെടേണ്ട സാഹചര്യത്തിലല്ല ഉള്ളത്. നിലവിൽ 36% വെള്ളമാണ് ഇടുക്കി അണക്കെട്ടിലുള്ളത്. മുല്ലപ്പെരിയാറിൽ 124.75 അടിയാണ് ജലനിരപ്പ്. കഴിഞ്ഞ 4 ദിവസത്തിനുള്ളിൽ ഇടുക്കിയിൽ മാത്രം പെയ്തത് 266.3 മില്ലിമീറ്റർ മഴയാണ്. ജില്ലയിൽ സാധാരണ ലഭിക്കുന്ന മഴയുടെ 620% കൂടുതലാണ് ഇത്തവണ പെയ്തത്. മാത്രമല്ല, കഴിഞ്ഞ 5 ദിവസമായി പെയ്യുന്ന കനത്ത മഴയിൽ 48 വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു. ഇന്നലെ മാത്രം 23 വീടുകൾ മഴയിൽ തകർന്നു. ഇതോടെ 5 ദുരിതാശ്വാസ ക്യാമ്പുകൾ ജില്ലയിൽ തുറന്നു. പത്തനംതിട്ട ജില്ലയിലും സമാന സാഹചര്യമാണ്. മൂഴിയാർ ഡാമിന്റെ പരമാവധി ജലനിരപ്പ് 192.63 മീറ്ററാണ്. നിലവിലുള്ള ജലനിരപ്പ് 190-ന് മുകളിലാണ്. ഇതോടെ ഡാം വീണ്ടും തുറന്ന് കൂടുതൽ അളവിൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കി തുടങ്ങി. അതിനിടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പ്രളയസാധ്യത മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. പത്തനംതിട്ട ജില്ലയിലെ മണിമല നദിയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കോട്ടയം ജില്ലയിലെ മീനച്ചിൽ, കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴ, പത്തനംതിട്ട ജില്ലയിലെ അച്ചൻകോവിൽ, വയനാട് ജില്ലയിലെ കബനി എന്നീ നദികളിൽ മഞ്ഞ അലർട്ടും നിലനിൽക്കുന്നുണ്ട്. ഈ നദികളുടെ തീരത്തുള്ളവർ കനത്ത ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം നൽകി. യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ചു കടക്കാനോ പാടില്ല. അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയസാധ്യതയുള്ളയിടങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ ജനങ്ങൾ തയ്യാറാവണമെന്നും നിർദ്ദേശമുണ്ട്. വരും ദിവസങ്ങളിൽ പടിഞ്ഞാറൻ കാറ്റിന്റെ ശക്തിയേറുന്നതിനാൽ വടക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിലും മഴ കനക്കും. ഇന്നും നാളെയും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും 31-ന് ശേഷം മഴ ദുർബലമാകുമെന്നും IMD ഡയറക്ടർ നീത കെ ഗോപാൽ ന്യൂസ് 18-നോട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. പടിഞ്ഞാറൻ കാറ്റിന്റെ ശക്തിയേറുന്നതിനാൽ വടക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിലും മഴ കനക്കുമെന്ന് മുന്നറിയിപ്പ്. ജാഗ്രതാ നിർദ്ദേശം കർശനമായി പാലിക്കണമെന്നും 31-ന് ശേഷം മഴ ദുർബലമാകുമെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ നീത കെ ഗോപാൽ ന്യൂസ് 18-നോട്. അതിതീവ്ര മഴ മുന്നറിയിപ്പിനെ തുടർന്ന് സംസ്ഥാനത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ കൂടിയായ നീത കെ ഗോപാൽ എന്നോടൊപ്പം ചേരുന്നു. മാഡം, വലിയൊരു മഴക്കെടുതി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് തുടർച്ചയായിട്ട്. അപ്പോഴാണ് ഈ ന്യൂനമർദ്ദം കാറ്റും ഒക്കെ ശക്തമായി കടന്നു വന്നത്. എന്താണ് നിലവിലെ സാഹചര്യം? ന്യൂനമർദ്ദം അതൊരു ഡിപ്രഷനാണ്. ആ ഡിപ്രഷൻ ഇന്ന് ഉച്ച കഴിയുമ്പോഴേക്കും അത് കരയിൽ തൊടും. ബംഗ്ലാദേശും വെസ്റ്റ് ബംഗാൾ തീരം തൊടും അത്. അപ്പോൾ അതിനുശേഷം അത് വടക്ക് കിഴക്ക് ദിശയിലേക്ക് നീങ്ങുന്നതോടുകൂടി നമ്മളുടെ കാറ്റുമായിട്ടുള്ള ബന്ധം വേർപെടും. അപ്പോൾ നമ്മളുടെ കേരള തീരത്തുള്ള പടിഞ്ഞാറൻ കാറ്റ് ഒന്ന് ശക്തിപ്പെടും. അതുകൊണ്ടാണ് ഇന്നും നാളെയും നമ്മൾ റെഡ് അലേർട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം വടക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിലുമായിട്ടാണ് റെഡ് അലേർട്ട് കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ട് ഉണ്ട്. അപ്പൊ ഇന്ന് ഈ 2 ദിവസത്തേക്ക് മഴ കുറച്ച് കൂടുതൽ പ്രതീക്ഷിക്കുന്നു. നാളെ അതായത് സാധാരണ ഈ അതിതീവ്ര മഴയ്ക്കാണോ സാധ്യത? അതിതീവ്ര മഴ ഉണ്ടാവും. മിക്കവാറും എല്ലാ ജില്ലയിലും കനത്തതോ അതിശക്തമായിട്ടുള്ള മഴ, അല്ലെങ്കിൽ യെല്ലോ ഓറഞ്ച് കാറ്റഗറിയിലായിരിക്കും കൂടുതൽ മഴ. പിന്നെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നമ്മൾ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത കാണുന്നുണ്ട്. ബംഗാൾ ഉൾക്കടലിലെ പുതിയൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടുന്നു എന്ന് പറയുന്നു. അത് ഇവിടേക്ക് എത്തുന്ന അതിന്റെ ഒരു സ്വാധീനം ഉണ്ടാകുമോ, അതോ നിലവിൽ അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് എന്താണ്? ഇല്ല, ഇനി ഒരു ന്യൂനമർദ്ദം ഉടനെ ഒന്നും ഉണ്ടാവുന്നില്ല. ഇല്ല, മാത്രമല്ല ഈ 2 ദിവസം കഴിഞ്ഞ മഴയ്ക്ക് ഗണ്യമായ കുറവുണ്ടാവും. അതൊരു പ്രത്യേകം പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് നല്ല മഴയായിരുന്നു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം. ആ മഴയ്ക്കൊരു കുറവ് വരും. 31-ാം തീയതി കൂടി ഗണ്യമായ കുറവ് കേരളത്തിൽ അനുഭവപ്പെടും. അതായത് ഈ 2 ദിവസം കൂടി ഇങ്ങനെയൊരു ജാഗ്രത, അതെ, ജാഗ്രത കൂടുതൽ വെക്കേണ്ട 2 ദിവസങ്ങളാണ് ഇന്നും നാളെയും. അതിനുശേഷം മഴയ്ക്ക് കാര്യമായിട്ടുള്ള കുറവുണ്ടാകും. ഓക്കെ, ഈ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ ഈ കാലവർഷം തുടങ്ങിയപ്പോൾ തന്നെ ഇങ്ങനെയൊരു തീവ്രമായ മഴ ലഭിച്ചത് ഈ ന്യൂനമർദ്ദത്തിന്റെ ഒരു സ്വാധീനമാണോ, അതോ അതിനപ്പുറത്തേക്ക് ഈ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ടാണോ? അല്ല, ഇത് നമ്മൾ പടിഞ്ഞാറൻ കാറ്റിന്റെ ശക്തിയും അത് എത്ര ഉയരത്തിൽ അന്തരീക്ഷത്തിൽ കാണുന്ന ഈ 2 ഘടകങ്ങളാണ് കേരളത്തിലെ മഴയെ സ്വാധീനിക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം എന്തെങ്കിലുമൊക്കെ ഒരു അനുകൂലമായിട്ടുള്ള സ്ഥലത്താണ്. ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടാകുന്ന എല്ലാ ന്യൂനമർദ്ദങ്ങളും നമ്മുടെ മഴയെ അനുകൂലമായ രീതിയിലേക്ക് ബാധിക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ മഴ കൂടുതലുണ്ടാവുള്ളൂ. ഇപ്പൊ ഈ വർഷം മൺസൂൺ ഓൺസെറ്റ് നടന്നതിന് ശേഷം കാറ്റിന്റെ ശക്തി വളരെ കൂടുതലായിരുന്നു. ഒരു 6.5 കിലോമീറ്ററോളം പടിഞ്ഞാറൻ കാറ്റ് കാണാൻ പറ്റുമായിരുന്നു. കാറ്റിന്റെ വേഗവും വളരെ കൂടുതലായിരുന്നു. ഈവൻ ഏറ്റവും താഴ്ന്ന തലങ്ങളിൽ പോലും 1 കിലോമീറ്ററിന് താഴെ പോലും
നമുക്കൊരു 70-80 കിലോമീറ്റർ സ്പീഡിൽ കാറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അമിനി ദ്വീപിലും ചില ദിവസങ്ങളിൽ കൊച്ചിയിലും തിരുവനന്തപുരത്തും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടുകൂടിയാണ് നമുക്ക് ഈ കാറ്റിനോടനുബന്ധിച്ചുള്ള ഈ ഒരു നാശനഷ്ടങ്ങളും കൂടി ഫേസ് ചെയ്യേണ്ടി വന്നിരിക്കുന്നത്. എന്തായാലും ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട യോഗം ചേർന്ന് വലിയ ജാഗ്രതാ നടപടികൾ, മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എല്ലാ ജില്ലകളിലും. ക്യാമറമാൻ സന്തോഷ് കുമാറിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. പത്തനംതിട്ട ജില്ലയിലെ മലയോര മേഖലയിൽ മഴ ശക്തമായി തുടരുകയാണ്. ജില്ലയിൽ ഇന്ന് റെഡ് അലേർട്ടാണ്. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. മലയോര മേഖലയിലേക്കുള്ള രാത്രികാല യാത്രകൾക്കും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രകൾക്കും നിരോധനമുണ്ട്. ക്വാറികളുടെ പ്രവർത്തനവും ജൂൺ 1 വരെ നിരോധിച്ചിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുകയാണ്. മലയോര മേഖലയിലാണ് മഴ ശക്തമായി തുടരുന്നത്. നദിയിലെ ജലനിരപ്പും കാര്യമായ രീതിയിൽ ഉയർന്നിട്ടുണ്ട്. പമ്പ, അച്ചൻകോവിൽ, മണിമല നദിയിലെ ജലനിരപ്പാണ് ഇപ്പോൾ ഉയർന്നിട്ടുള്ളത്. മണിമലയിൽ ഓറഞ്ച് അലർട്ടും അച്ചൻകോൽ നദിയിൽ മഞ്ഞ അലർട്ടുമാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങൾ ജില്ലയിലില്ല. നദീ തീരത്ത് താമസിക്കുന്ന ആളുകൾ മാറി താമസിക്കണമെന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു പ്രളയ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നിലവിലത്തെ സാഹചര്യത്തിൽ പല സ്ഥലങ്ങളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ആളുകളെ അങ്ങോട്ട് മാറ്റി പാർപ്പിച്ചിട്ടില്ല. 2 താലൂക്കുകളിലെ ആളുകളെ മാത്രമാണ് ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുള്ളത്. മല്ലപ്പള്ളി താലൂക്കിലും കോന്നി താലൂക്കിലും 2 കുടുംബങ്ങളെ മാത്രമാണ് ജില്ലയിൽ മാറ്റി താമസിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും അത്തരം കാര്യങ്ങളെല്ലാം ദുരന്ത നിവാരണ അതോറിറ്റി സജ്ജമാക്കിയിട്ടുണ്ട്. പക്ഷേ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങൾ നിലവില്ല. അതേസമയം മലയോര മേഖലയിൽ ശക്തമായ മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ രാത്രികാല യാത്രകൾക്കും മലയോര മേഖലയിലേക്കുള്ള യാത്രകൾക്കൊരു നിയന്ത്രണമുണ്ട്. ഗവി അടക്കമുള്ള വിനോദസഞ്ചാര മേഖലയിലേക്ക് യാത്ര പോകുന്നതിനും നിരോധനമുണ്ട്. കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിലും നിരോധനമുണ്ട്. എന്തായാലും കോറികളുടെ പ്രവർത്തനം നിർത്തിവെക്കാനും ഇന്നലെ ദുരന്ത നിവാരണ അതോറിറ്റി ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ഉത്തരവിറക്കിയിട്ടുണ്ട്. എന്തായാലും മലയോര മേഖലയിലേക്കുള്ള യാത്രകൾ കരുതി ഒരു ജാഗ്രതയോടു കൂടി വേണമെന്നുള്ളൊരു നിർദ്ദേശമുണ്ട്. മണ്ഡിച്ചിലും ഉരുൾപൊട്ടലുമുള്ള മേഖലയാണ് പത്തനംതിട്ട ജില്ലയിൽ പല സ്ഥലങ്ങളിലുള്ളത്. തണ്ണിത്തോട്, കൊക്കാത്തോട്, സേയത്തോട് തുടങ്ങിയ മേഖലകളെല്ലാം മണ്ണിടിച്ചിലുള്ള മേഖലയാണ്. ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. എന്തായാലും ഡാമുകൾ, മൂഴിയാർ ഡാമിൻ്റെ ഷട്ടറുകൾ തുറക്കാനുള്ള സാധ്യതയുണ്ട്. റെഡ് അലർട്ടാണ് ഇപ്പോൾ ഡാമിലുള്ളത്. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ വൃഷ്ടി പ്രദേശങ്ങളിൽ മഴ ലഭിക്കുകയാണെങ്കിൽ 192.63 മീറ്റർ ജലം ഉയരുകയാണെങ്കിൽ ഒരുപക്ഷേ ഡാമിൻ്റെ ഷട്ടറുകൾ തുറക്കാൻ സാധ്യതയുണ്ട്. നിലവിലത്തെ കക്കാട്ടാറിൻ്റെ തീരത്തിൽ താമസിക്കുന്ന ആളുകൾ, അങ്ങനെ ഷട്ടർ തുറന്നാൽ കക്കാട്ട് ആറിൻ്റെ തീരത്ത് താമസിക്കുന്ന ആളുകൾ ജാഗ്രത പാലിക്കണമെന്നൊരു മുന്നറിയിപ്പുള്ളത്. മഴ പല സ്ഥലത്തും ഇടപെട്ട് ഇപ്പോൾ തുടരുന്നുണ്ട്. 124 വീടുകൾക്കാണ് 2 ദിവസമായി പെയ്ത കനത്ത മഴയിൽ ഭാഗികമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളത്. 38 ലക്ഷം രൂപയുടെ കൃഷിനാശവും ജില്ലയിൽ സംഭവിച്ചിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ മഴ ശക്തമാവുന്നൊരു അറിയിപ്പാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും റെഡ് അലർട്ടാണ് ജില്ലയിലുള്ളത്. എല്ലാവർക്കും ജാഗ്രത, ഈ നദീതീരങ്ങളിൽ താമസിക്കുന്നതിനും താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നതിനും ഒപ്പം മണ്ണിടിച്ചിൽ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്നാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരം നെയ്യാർ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. വൃഷ്ടി പ്രദേശത്ത് മഴ ശക്തമായതിനെ തുടർന്ന് ജലനിരപ്പ് ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഡാമിന്റെ 4 ഷട്ടറുകളും തുറന്നത്. 10 സെന്റിമീറ്റർ ഷട്ടറാണ് ഉയർത്തിയത്. ജലനിരപ്പ് ഉയർന്നതോടെ ഒരുപക്ഷെ ഇനിയും ഷട്ടർ ഉയർത്തേണ്ടി വരുമെന്നാണ് അധികൃതർ പറയുന്നത്. നെയ്യാറിന്റെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. മൂന്നാർ വട്ടവടയിൽ കനാലിൽ മൃതദേഹം കണ്ടെത്തി. കനാലിലേക്ക് തലകീഴായി കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. വട്ടവട സ്വദേശി വിഷ്ണുവാണ് മരിച്ചത്. ദേവികുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. മഴക്കാലമായതോടെ ഇടുക്കി പീരുമേട് തോട്ടം തൊഴിലാളികളുടെ ദുരിതം ഇരട്ടിയായി. കാലപ്പഴക്കം മൂലം പൊളിഞ്ഞു വീഴാറായ അവസ്ഥയിലാണ് ലയങ്ങൾ. ഇന്നലെ പുതുക്കട ചിറ്റിപ്പുരയിലേത്തിൽ ലയം ഇടിഞ്ഞു വീണിരുന്നു. ഉടമ ഉപേക്ഷിച്ചു പോയ പീരുമേട് ടീ കമ്പനിയിൽ താമസിക്കുന്ന കുടുംബങ്ങൾ കടുത്ത ദുരിതങ്ങൾക്കിടയിലാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തൊഴിൽ ഇല്ലാത്തതും കാലപ്പഴക്കം മൂലം താമസിക്കുന്ന ലയങ്ങൾ അപകടാവസ്ഥയിലായതുമാണ് തൊഴിലാളികളെ പ്രയാസത്തിലാക്കുന്നത്. ശക്തമായ കാറ്റും മഴയും കൂടിയായതോടെ കാലപ്പഴക്കം ചെന്ന ലയങ്ങൾ നിലം പതിക്കുന്ന സ്ഥിതിയാണ്. കഴിഞ്ഞ ദിവസം പുതുക്കടയിൽ ചിട്ടിപ്പുര ലയത്തിന്റെ കരിങ്കൽ ചുവരിടിഞ്ഞു വീണു. ലയങ്ങൾക്ക് സമീപം ആളില്ലാത്തതിനാൽ വലിയ ദുരന്തമൊഴിവായി. മറ്റൊരു ഭാഗം ഇടിഞ്ഞു വീഴാതിരിക്കാൻ തൊഴിലാളികൾ തന്നെ പ്ലാസ്റ്റിക് പടുത വലിച്ചു കെട്ടുകയായിരുന്നു. 3 ദിവസം മുമ്പും ലയം ഇടിഞ്ഞു വീണിരുന്നു. താമസക്കാരിയായ സ്ത്രീ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. വന്ന് നോക്കിയിട്ട് പോവുക, തീരുമാനങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ഇവിടുത്തെ മെമ്പറുണ്ട്, മെമ്പർ ഒരു കാര്യത്തിൽ പോലും വരുന്നില്ല. നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരുമാതിരി ചീപ്പായിട്ട് പറയുക. പിന്നെ ഇവിടുത്തെ നേതാക്കന്മാരെല്ല എല്ലാവരും വരുന്നുണ്ട്, നോക്കുന്നുണ്ട്, പോകുന്നുണ്ട്. നാളെ പാവപ്പെട്ട ഈ എസ്റ്റേറ്റ് കടന്ന് ഞങ്ങൾ ഉണ്ടാകും. രാത്രി കടന്നുകൊണ്ടിരിക്കുമ്പോൾ 2 മണിക്കായിരിക്കും. പിള്ളേരും ഉറങ്ങിയിട്ടില്ല, ആരും ഉറങ്ങിയിട്ടില്ല. പീരുമേട് ടീ കമ്പനിയുടെ ലയങ്ങളെല്ലാം വലിയ അപകടാവസ്ഥയിലാണ്. അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. മറ്റിടങ്ങളിൽ ഭൂമിയോ വീടോ ഇല്ലാത്തവരാണ് ലയങ്ങളിൽ കഴിയുന്ന തൊഴിലാളികൾ.
തോട്ടം ഉപേക്ഷിച്ച ഉടമകൾ തിരിഞ്ഞു നോക്കാത്തതിനാൽ സർക്കാർ ഇടപെടണമെന്നാണ് തൊഴിലാളികളുടെ കുടുംബങ്ങളുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. കനത്ത മഴയിൽ ഭാരതപ്പുഴയിൽ ക്രമാതീതമായി നീരൊഴുക്ക് വർദ്ധിച്ചതോടെ പട്ടാമ്പി പുതിയ പാലം നിർമ്മാണം നിർത്തിവെച്ചു. തൂണുകളുടെ പ്രവർത്തികൾ പുരോഗമിക്കുന്നതിനിടെയാണ് കാലവർഷം പ്രതിസന്ധിയിലായത്. കാലവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ പെയ്ത ശക്തമായ മഴയിൽ ക്രമാതീതമായാണ് ഭാരതപ്പുഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചത്. നിലവിൽ ഇരുകരയും മുട്ടിയാണ് പുഴ ഒഴുകുന്നത്. കുത്തൊഴുക്ക് വർദ്ധിച്ചതോടെ ചെങ്ങനാംകുന്ന് വെള്ളിയാംകല്ല് തടയണകൾ തുറന്നു. നീരൊഴുക്ക് വലിയ തോതിൽ വർദ്ധിച്ചതോടെ പട്ടാമ്പിയിൽ നടന്നുകൊണ്ടിരുന്ന പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെച്ചു. ഇക്കഴിഞ്ഞ മാർച്ചിലാണ് പുതിയ പാലത്തിന്റെ തൂണുകളുടെ പ്രവൃത്തികൾ തുടങ്ങിയത്. പ്രവൃത്തികൾ പുരോഗമിക്കുന്നതിനിടെയാണ് കാലവർഷം നേരത്തെ എത്തിയത്. പുഴയിൽ വെള്ളം കൂടിയതോടെ കഴിഞ്ഞ ദിവസം നിർമ്മാണ സാമഗ്രികൾ പുഴയിൽ നിന്നും നീക്കം ചെയ്തു. പുഴയിലെ പ്രവൃത്തികൾ പുനരാരംഭിക്കാൻ ഇനി സമയമെടുക്കും. മഴക്കാലം വിട്ടുനിന്നാൽ മാത്രമേ ഇതിന് സാധിക്കുകയുള്ളൂ എന്നാണ് കരുതുന്നത്. കിഫ്ബിയിലെ 52 കോടിയോളം രൂപയാണ് പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അനുവദിച്ചിരുന്നത്. 33,14,53,000 രൂപയ്ക്കാണ് പാലം നിർമ്മാണ കരാർ എടുത്തിരിക്കുന്നത്. ജാസ്മിൻ കൺസ്ട്രക്ഷൻ കമ്പനിക്കാണ് കരാർ ചുമതല. 24 മാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കാനാണ് കരാറെങ്കിലും സമയബന്ധിതമായി പാലം നിർമ്മാണം പൂർത്തിയാക്കാനാകുമോ എന്നതും സംശയമാണ്. ന്യൂസ് 18 പട്ടാമ്പി. പാലക്കാട് മണ്ണാർക്കാട് ബസ് കയറി യുവതി മരിച്ചു. ബസിന്റെ ഡോർ തട്ടി വീണ യുവതിയുടെ മുകളിലൂടെ ഇതേ ബസിന്റെ ടയർ കയറിയിറങ്ങുകയായിരുന്നു. മണ്ണാർക്കാട് എംപ്ലോയ്മെന്റ് ഓഫീസറായ മണ്ണൂർ സ്വദേശി പ്രസന്നകുമാരിയാണ് മരിച്ചത്. മണ്ണാർക്കാട് സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ രാവിലെയായിരുന്നു അപകടം. പാലക്കാട് കോങ്ങാട് കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികൻ മരിച്ചു. കേരളശ്ശേരി പള്ളിക്കുറുപ്പ് സ്വദേശി വിധുനാണ് മരിച്ചത്. ചെറായ വെണ്ണിയടത്ത് കുണ്ട് സുൽത്താൻ റോഡിൽ ഇന്നലെ രാത്രിയായിരുന്നു അപകടം. ഗുരുതര പരിക്കുകളോടെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു. കൊല്ലത്ത് MDMAയും കഞ്ചാവുമായി 2 പേർ പിടിയിൽ. കരുനാഗപ്പള്ളി ആദിനാട് സ്വദേശികളായ വിഷ്ണു, അഭിജിത്ത് എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്നും 5 ഗ്രാം MDMAയും 10 ഗ്രാം കഞ്ചാവുമാണ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടിയത്. സൈബർ സെല്ലിന്റെ സഹായത്തോടെ പിടികൂടിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം ഡ്രോൺ പറത്തിയത് കൊറിയൻ യുവതി എന്ന സംശയം. വ്ലോഗറായ യുവതി 2 ദിവസം ക്ഷേത്ര പരിസരത്ത് ഉണ്ടായിരുന്നതായി പോലീസ് സ്ഥിരീകരിച്ചു. യുവതിയുടെ യാത്രാ വിവരങ്ങൾ തേടി അന്വേഷണ സംഘം ഇമിഗ്രേഷൻ വിഭാഗത്തിന് കത്ത് നൽകി. അതേസമയം പ്രാഥമിക അന്വേഷണത്തിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് ഫോർട്ട് പോലീസ് പറഞ്ഞു. ഏപ്രിൽ 10 രാത്രിയാണ് അതീവ സുരക്ഷാ മേഖലയായ പത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്ത് ഡ്രോൺ പ്രത്യക്ഷപ്പെട്ടത്. പത്മതീർത്ഥകുളത്തിന് കുറുകെ പറന്ന ഡ്രോൺ കിഴക്കേ നട ചുറ്റി അപ്രത്യക്ഷമായി. എയ്ഡ് പോസ്റ്റിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ വയർലെസ് സെറ്റിലൂടെ ഇക്കാര്യം അറിയിച്ചതോടെ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. എന്നാൽ ഡ്രോണോ പറത്തിയ വ്യക്തിയെയോ കണ്ടെത്താനായില്ല. ക്ഷേത്ര പരിസരത്തെ കല്യാണ മണ്ഡപങ്ങളിൽ ഫോട്ടോഷൂട്ട് നടത്തിയിരുന്നവരെ ഉൾപ്പെടെ പോലീസ് ചോദ്യം ചെയ്തു. അവരുടെ പക്കലുണ്ടായിരുന്ന ഡ്രോണുകൾ കസ്റ്റഡിയിലെടുത്ത് ഫോറൻസിക് പരിശോധന നടത്തി. തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ എയർ ട്രാഫിക് കൺട്രോൾ സിസ്റ്റത്തിന് സേവനം തേടിയെങ്കിലും യാതൊരു തുമ്പും ലഭിച്ചില്ല. ഇതിനിടെയാണ് ക്ഷേത്ര പരിസരത്ത് ഡ്രോണുമായി ഒരു കൊറിയൻ യുവതി എത്തിയിരുന്നെന്ന വിവരം പോലീസിന് ലഭിച്ചത്. പ്രസിദ്ധമായ പൈങ്കുനി ആറാട്ട് ഉത്സവ സമയത്ത് ഉൾപ്പെടെ വ്ളോഗറായ കൊറിയൻ യുവതിയുടെ സാന്നിധ്യം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതോടെയാണ് യുവതിയുടെ വിശദാംശങ്ങൾ തേടി പോലീസ് എമിഗ്രേഷൻ വിഭാഗത്തെ സമീപിച്ചത്. കേരളത്തിലെ വിവിധയിടങ്ങൾ സന്ദർശിച്ച യുവതി രാജ്യം വിട്ടിട്ടില്ലെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. യുവതിയെ കണ്ടെത്തി ചോദ്യം ചെയ്യാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. അതേസമയം പ്രാഥമിക അന്വേഷണത്തിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് ഫോർട്ട് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരം മലമുകളിൽ സർക്കാർ പതിച്ചു നൽകിയ പട്ടയഭൂമിയിൽ പ്രവേശനം സാധ്യമാകാതെ 8 കുടുംബങ്ങൾ. സ്വകാര്യ ഖനന കമ്പനിയെ സഹായിക്കുന്നതിനായി പേരൂർക്കട വില്ലേജിലെ റവന്യൂ ഉദ്യോഗസ്ഥർ ഒത്തുകളിക്കുന്നതായാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ഈ കുടുംബങ്ങളുടെ ആക്ഷേപം. പേരൂർക്കട മലമുകളിൽ തലമുറകളായി 8 കുടുംബങ്ങൾ കൃഷിഭൂമിയായി ഉപയോഗിച്ചിരുന്ന 3.5 ഏക്കർ സ്ഥലം 30 വർഷം മുമ്പാണ് സർക്കാർ പട്ടയഭൂമിയായി അനുവദിച്ചത്. എന്നാൽ ഈ ഭൂമി കൈവശം വെച്ചിരുന്ന സ്വകാര്യ ഖനന കമ്പനി സർക്കാർ തീരുമാനത്തിനെതിരെ റിവിഷൻ പെറ്റീഷൻ സമർപ്പിച്ചതോടെയാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത്. പിന്നെ സംഭവിച്ചത് ഇങ്ങനെ. 1994 പട്ടയം കിട്ടിയതാണ്. 2017 വിജിലൻസ് അന്വേഷണം നടത്തിയപ്പോൾ ഈ ഭൂമി തിരിച്ചു പിടിക്കേണ്ട ഉത്തരവുണ്ടായതിനൊക്കെ ഇവര് റവന്യൂ ഉദ്യോഗസ്ഥന്മാർ ഈ കമ്പനിക്ക് വേണ്ടി ഒത്താശ ചെയ്തുകൊണ്ടും
ഇവർക്ക് വഴിവിട്ട് അത് പോയിട്ട് ഇതിന്റെ പരിസരത്ത് 30 ഏക്കറോളം സർക്കാർ ഭൂമി പോപ്സൺ കമ്പനിയുടെ കൈവശത്താണ്. ഇത് മൊത്തം 1916 വിജിലൻസ് അന്വേഷണം നടത്തി ഈ സ്ഥലങ്ങളെല്ലാം തിരിച്ചു പിടിക്കുന്നതിന് ഈ ഫയൽ ഒളിപ്പിച്ചു വെച്ച് റവന്യൂ വകുപ്പും വിജിലൻസും കൂടെ ചേർന്ന് ഒളിപ്പിച്ചു വെച്ച് ഈ കമ്പനിക്ക് വേണ്ടി ഒത്താശ ചെയ്തു നൽകി. ഭൂമി കൈവശം വയ്ക്കാനും ഖനനം നടത്താനുമുള്ള അനുമതി കമ്പനിക്കില്ലെന്ന് വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ സ്വകാര്യ കമ്പനി ഖനനം തുടരുകയാണെന്നാണ് കുടുംബങ്ങളുടെ പരാതി. ഞങ്ങൾക്ക് വേറെ ഒന്നും ഞങ്ങൾക്ക് അറിയണ്ട. ഞങ്ങൾക്ക് പാവപ്പെട്ടവർക്ക് ഈ സർക്കാർ അനുവദിച്ചു തന്ന ഈ പട്ടയഭൂമി ഞങ്ങൾക്ക് തിരിച്ച് ഞങ്ങളുടെ പേർക്ക് 8 പേർക്കും സർക്കാർ അനുവദിച്ചെന്ന ഈ 8 പട്ടയഭൂമി അളന്നു തരാൻ 8-ാം തീയതി ഇതാ ഈ പേപ്പറിൽ കാണുന്ന തിരുവനന്തപുരം താലൂക്കിലെ സർക്കാർ ഉദ്യോഗസ്ഥർ 5 പേർ ഇവിടെ കടന്നു വന്നു. ഞങ്ങളെ എല്ലാ കുടുംബങ്ങളെയും വിളിച്ച് ഞങ്ങളുടെ അതിൽ എല്ലാ രേഖകളും വീഡിയോ സഹിതം ഞങ്ങൾ വച്ചിട്ടുണ്ട്. ഞങ്ങൾ ഈ 5 സർവേയർ ഉദ്യോഗസ്ഥരും വന്ന് ഞങ്ങളുടെ ഭൂമി അളന്നു തരാം. ഞങ്ങൾ എഴുതി പിടിപ്പിച്ചതല്ലോ, ഞങ്ങളുടെ ഭൂമി അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർ ഇവിടെ വരുമോ ഞങ്ങൾക്ക് ഭൂമി അളന്നു തരാൻ? അനുവദിക്കപ്പെട്ട പട്ടയഭൂമി അവകാശപ്പെട്ടവർക്ക് അളന്നു നൽകാൻ റവന്യൂ വകുപ്പ് വൈകിയാൽ വില്ലേജ് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധം തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് പരാതിക്കാരായ കുടുംബങ്ങൾ. ന്യൂസ് 18 തിരുവനന്തപുരം. പാലക്കാട് കൂടല്ലൂർ പട്ടിപ്പാറയിൽ മരണപ്പെട്ട വെട്ടത്ത് പടിചന്ദ്രന്റെ കുടുംബത്തിന് ഇനി അടച്ചുറപ്പുള്ള വീട്ടിൽ അന്തിയുറങ്ങാം. കൂടല്ലൂർ CPM ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്നേഹവീട് നിർമ്മിച്ചു നൽകിയത്. പാലക്കാട് തൃത്താല കൂടല്ലൂരിൽ മരണപ്പെട്ട വെട്ടത്തുപടി ചന്ദ്രന്റെ കുടുംബം അടച്ചുറപ്പില്ലാത്ത ഇടിഞ്ഞു വീഴാറായ വീട്ടിലാണ് കഴിഞ്ഞിരുന്നത്. ചന്ദ്രന്റെ ഭാര്യയും 3 പെൺമക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ അവസ്ഥയ്ക്ക് പരിഹാരം കാണാനാണ് CPM കൂടല്ലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരുതലിന്റെ സ്നേഹവീട് നിർമ്മിച്ചത്. വീടിന്റെ താക്കോൽദാനം CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു നിർവഹിച്ചു. സുരക്ഷിതമായ ഒരു ഭവനത്തിൽ താമസിപ്പിക്കാൻ കഴിഞ്ഞു എന്ന വളരെ അതിയായ സന്തോഷത്തിലാണ് ഈ പ്രദേശത്തെ പാർട്ടിയും പാർട്ടിയുടെ പ്രവർത്തകരും ആകെ ഉള്ളത്. അത്തരത്തിലുള്ള പ്രവർത്തനം നിർവഹിക്കുമ്പോൾ പാർട്ടിയുടെ മറ്റ് പ്രവർത്തനങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു അനുഭവമാണ് പൊതുവെ പാർട്ടിയുടെ പ്രവർത്തകർക്ക് ഉണ്ടായിട്ടുള്ളത്. 850 സ്ക്വയർ ഫീറ്റിലാണ് വീട് നിർമ്മിച്ചു നൽകിയത്. 2022 ഓഗസ്റ്റിൽ ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സുമനസ്സുകളുടെ അകമഴിഞ്ഞ സഹകരണം ലഭിച്ചതോടെയാണ് വീടെന്ന കുടുംബത്തിന്റെ സ്വപ്ന പദ്ധതി പൂർത്തീകരിക്കാനായത്. ന്യൂസ് 18 തൃത്താല. പ്രതാപം വീണ്ടെടുക്കാൻ പട്ടാമ്പിയിലെ സെൻട്രൽ ഓർച്ചാർഡ് നവീകരണ പ്രവൃത്തികൾക്കുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയായി. ഫലവൃക്ഷ തൈകളുടെയും പച്ചക്കറി തൈകളുടെയും ഉൽപാദനവും വിപണനവും ഇവിടെ നടക്കുന്ന 5 കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ് ഇവിടെ നടപ്പാക്കുന്നത്. കർഷകർക്ക് ആശ്വാസകരമായ ഒട്ടേറെ പദ്ധതികളാണ് പട്ടാമ്പിയിലെ സെൻട്രൽ ഓർച്ചാർഡ് ആവിഷ്കരിച്ചിരിക്കുന്നത്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സ്ഥാപിതമായ സെൻട്രൽ ഓർച്ചാർഡിനെ പഴയ പ്രതാപത്തിലേക്ക് ഉയർത്തുകയാണ് ലക്ഷ്യം. കർഷകർക്ക് നല്ല വിത്തിനങ്ങൾക്കും നടീൽ വസ്തുക്കൾക്കും ആശ്രയിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പദ്ധതിയാണ് ആസൂത്രണം ചെയ്യുന്നത്. 5 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടപ്പാക്കുക. ഭരണാനുമതിക്ക് പുറമെ ടെൻഡർ നടപടികൾ പൂർത്തിയായി. പൊതുവായിട്ട് ആളുകൾക്ക് വന്നിരിക്കാനുള്ള ഒരു ഇടം എന്നുള്ള നിലക്കും ഫാമിങ്ങിന് കൂടുതൽ ആളുകൾക്ക് താല്പര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പഠന അർഹമായിട്ടുള്ള പ്രവർത്തനങ്ങളും ഒക്കെ നടത്താൻ കഴിയുന്ന ഒരു സംവിധാനമാക്കിയിട്ട് ഇതിനെ മാറ്റുക, പരിവർത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതോടൊപ്പം തന്നെ സൗത്ത് ഇന്ത്യയിലെ തന്നെ 2ാമത്തെ ലാബ് ഇവിടെയുണ്ട്. ഓർഗാനിക് വളങ്ങളെ പരിശോധിക്കുന്ന, മെനോറുകളെയൊക്കെ പരിശോധിക്കുന്നതിനുള്ള ലാബ്, അതിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ഇതിന്റെ തന്നെ അകത്ത് ഉള്ള ഒരു സ്ഥാപനമാണ്. കൃഷിയോട് താല്പര്യമുള്ളവർക്ക് ആശ്രയ കേന്ദ്രമാണ് പട്ടാമ്പിയിലെ സെൻട്രൽ ഓർച്ചാർഡും ചുറ്റപ്പെട്ട് കിടക്കുന്ന 26 ഏക്കർ വളപ്പും. പച്ചക്കറി, ഫലവൃക്ഷങ്ങൾ മുതൽ 7 നിറങ്ങളിലുള്ള ചെമ്പരത്തിയുടെ തൈകൾ വരെ ഇവിടെ സുലഭം. വൈവിധ്യങ്ങളായ ഇനങ്ങൾ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ എത്താം. ചെടികളുടെ പരിപാലനത്തിനായി 5 പോളി ഹൗസുകൾ അടക്കമുള്ള സൗകര്യം ഇവിടെയുണ്ട്. വിളകളും അവയുടെ കൃഷിരീതിയും പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിനും അവരിൽ കാർഷിക അവബോധം ഉണ്ടാക്കുന്നതിനും സർക്കാരിന് കൂടുതൽ വരുമാനം ഉറപ്പാക്കാനും പദ്ധതി ലക്ഷ്യമിടുന്നു. ന്യൂസ് 18 പട്ടാമ്പി.
കൊല്ലം ശക്തികുളങ്ങരയിൽ അടിഞ്ഞ കണ്ടെയ്നർ നീക്കം ചെയ്യുന്നതിനിടെ തീപിടുത്തം. കണ്ടെയ്നറിലെ തെർമോകോൾ കവചത്തിലാണ് തീപിടിച്ചത്. എസ് വിനീഷ് വിവരങ്ങളുമായി ചേരുന്നു. വിനീഷ്, ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് വലിയ തീപിടുത്തമാണ് ഉണ്ടായത്. ഇതെപ്പോഴായിരുന്നു സംഭവം? എന്താണ് വിവരങ്ങൾ? തീർച്ചയായും കൊല്ലം ശക്തികുളങ്ങരയിലായിരുന്നു. അല്പസമയത്തിന് മുന്നേ ആയിരുന്നു ഇത്തരത്തിലുള്ള തീപിടുത്തം ഉണ്ടായത്. ഇത് ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് കണ്ടെയ്നർ മുറിക്കുന്നതിനിടയിലാണ് തീ പടർന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമികമായിട്ടുള്ള വിവരം. ഇത് തെർമോകോൾ കവചത്തിലാണ് തീ പടർന്നത്. അതുകൊണ്ട് വലിയ രീതിയിൽ തീ ആളിപ്പടരുകയായിരുന്നു. വലിയ പുകപടലങ്ങളാണ് ഉയർന്നു വന്നത്. വലിയ രീതിയിലുള്ള ഒരു ആശങ്കയ്ക്ക് വകവെച്ചു. കാരണം നാട്ടുകാർ വലിയ രീതിയിലുള്ളൊരു പേടിച്ചൊരു സാഹചര്യത്തിലേക്ക് എത്തി. എന്തായാലും ഫയർഫോഴ്സ് സമീപത്ത് തന്നെ ഫയർഫോഴ്സ് ഉണ്ടായിരുന്നു. ഫയർഫോഴ്സിന്റെ സമയോചിതമായ ഒരു ഇടപെടൽ ഉണ്ടായി. ഉടൻ തന്നെ തീ അണച്ച ഒരു ശ്രമത്തിലേക്ക് എത്തി. എന്തായാലും വലിയ രീതിയിലുള്ള ആശങ്ക വകവെച്ച ഒരു സംഭവമായിരുന്നു. പക്ഷേ ജാഗ്രതയാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം മുന്നോട്ട് വെക്കുന്നത്. മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. സമയോചിതമായ ഫയർഫോഴ്സിന്റെ ഒരു ഇടപെടൽ ഉണ്ടായി വലിയ ആശ്വാസകരമായി തന്നെ മാറി. വലിയ രീതിയിലുള്ള നമുക്ക് ആശങ്കയ്ക്ക് വകവെക്കണ്ട, സമാധാനപരമായിട്ട് ഉള്ള ഒരു ഇതാണ് പ്രദേശവാസികളോട് അടക്കം ഇപ്പോൾ പങ്കുവെക്കുന്നത്. എന്തായാലും ഭയപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. വിനീഷ്, തുടക്കം മുതലേ ഇത്തരത്തിൽ കണ്ടെയ്നർ നീക്കം ചെയ്യുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രത വേണമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു അധികൃതരുടെ ഭാഗത്തുനിന്ന്. അത് മാത്രമല്ല, നാട്ടുകാർക്കടക്കം തീരദേശവാസികൾക്കടക്കം കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. ആ ജാഗ്രത ഇവിടെ ഉണ്ടായിരുന്നില്ലേ? എന്താണ് സംഭവിച്ചത്? എന്താണ്? വലിയ കണ്ടെയ്നറുകളാണ്. ഇത് റോഡ് മാർഗം കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് ഇത് നീക്കം ചെയ്യുന്ന നടപടിയിലേക്ക് നിൽക്കുന്നത്. അത് ഈ കണ്ടെയ്നറുകൾ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് മുറിച്ച് നീക്കിയതിനു ശേഷം മാത്രമാണ് റോഡ് മാർഗം ഇത് തുറമുഖത്തിലേക്ക് എത്തിക്കേണ്ടത്. അത്തരത്തിലുള്ള നടപടിയുടെ ഭാഗമായിട്ടായിരുന്നു ഇത് മുറിച്ചത്. ഗ്യാസ് കട്ടർ ഉപയോഗിച്ചാണ് മുറിച്ചത്. ഉടൻ തന്നെ വലിയ നമുക്കറിയാം, കടൽ ഉൾപ്പെടെ പ്രക്ഷുബ്ധമായ ഒരു സാഹചര്യമായതുകൊണ്ട് വലിയ രീതിയിലുള്ള കാറ്റ് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ തീരത്തേക്ക് അടിച്ച വലിയ കാറ്റാണ് പെട്ടെന്ന് തീ പടരാൻ കാരണമെന്നാണ് അറിയുന്നത്. ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് കട്ടറുകൾ നീക്കം ചെയ്ത സമയത്ത് തീ പടരുകയായിരുന്നു. ഇത് തെർമോകോൾ കവചത്തിലേക്ക് തീ പടർന്നു. വലിയ രീതിയിൽ ആളിപ്പടർന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിയത്. അങ്ങനെയാണ് വലിയ രീതിയിൽ തീ ഉണ്ടായത്. എന്തായാലും തീ നിയന്ത്രണ വിധേയമാക്കി. ഫയർഫോഴ്സും സമയോചിതമായ ഇടപെടലുണ്ട്. കാരണം ഫയർഫോഴ്സ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാ സുരക്ഷാ സൗകര്യങ്ങളും കൂടി തന്നെയായിരുന്നു ഈ മുറിക്കുന്ന നടപടിയിലേക്ക് എത്തിയത്. അതുകൊണ്ട് എന്തായാലും വ്യക്തമാണ്, കൊല്ലം ശക്തികുളങ്ങരയിൽ അടിഞ്ഞ കണ്ടെയ്നർ നീക്കം ചെയ്യുന്നതിനിടെയാണ് തീപിടുത്തമുണ്ടായത്. ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് വലിയ തീപിടുത്തമാണ് ഉണ്ടായത്. കണ്ടെയ്നറിലെ തെർമോകോൾ കവചത്തിലാണ് തീ പിടിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. ഫയർഫോഴ്സ് അടക്കമുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. വിനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. നന്ദി. പൂർണ്ണമാകുന്നു സകലമാന കേരളം. ഇനി ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ് കാണാം. ആര്യാദേവൻ ചേരും. നമസ്കാരം.